ഇഞ്ചോടിഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് അവസരമൊരുക്കുകയാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാം. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അതിനുവേണ്ടി 10 കുസൃതി ചോദ്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്നും എത്തുന്നു. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. തിരുവനന്തപുരത്താണ് സാധാരണ നമ്മൾ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ എത്തുന്നത് കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്ത് ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ട് നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. ഇഞ്ച് മത്സരിക്കാനായിട്ട് കുറച്ച് മത്സരാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? എൻ്റെ പേര് മെർലി. എന്ത് ചെയ്യുന്നു? ഞാൻ പുറത്താണ്, ലീവിന് വന്നിരിക്കുന്നു. ആൻഡ്രിയ. ഓക്കെ. നിങ്ങളുടെ പേരെന്താ? അന്ന. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ക്ലാസ്സിലായതേ ഉള്ളൂ അല്ലേ? മെഡോണ. ഹൗസ് വൈഫ്. നല്ല പേരായിട്ട് മിടോണ. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. കുസൃതി ചോദ്യങ്ങളാണ്. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയി. ക്ലൂ തരും, ആവശ്യത്തിനുള്ള ക്ലൂ തരും. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം, പറയാതിരിക്കരുത്. ലാസ്റ്റ് കുറ്റബോധം തോന്നരുത്, അയ്യോ എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും തോന്നരുത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം, ചീകി ഒതുക്കാൻ പറ്റാത്ത ഒരു മുടിയുണ്ട്. ഏതാണ് ആ മുടി? ചീകി ഒതുക്കാൻ പറ്റാത്ത മുടി ഏതാണ്? പൊന്മുടി കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. പൊന്മുടി, കൊടുമുടിയൊക്കെ കറക്റ്റ് ആൻസറാണ്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മോർണിംഗിൽ 1 പ്രാവശ്യവും ആഫ്റ്റർനൂണിൽ 2 പ്രാവശ്യവും ഈവനിങ്ങിൽ കാണുകയില്ല. എന്താണ്? മോർണിംഗിൽ 1 പ്രാവശ്യം, ആഫ്റ്റർനൂണിൽ 2 പ്രാവശ്യം, ഈവനിങ്ങിൽ ഇത് കാണുകയില്ല. എന്താണ്? എന്നല്ല, ആറല്ല. മോർണിംഗിൽ 1 പ്രാവശ്യം, ആഫ്റ്റർനൂണിൽ ഓ കറക്റ്റ് ആൻസറാണ്. ഇവിടെയാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെക്ക് പോകാം. കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായുള്ളത് എന്താണ്? അവസ്ഥ അല്ല. കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായുള്ളത് എന്താണ്? അക്ഷരമല്ല. ചിലപ്പോൾ ഈ ഒരു കോഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞതായിരിക്കാം. +2 കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു കോഴ്സ്.
ഡിഗ്രി കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും അവസാനം എത്തുന്ന ആൾ ജയിക്കുന്ന ഒരു മത്സരമുണ്ട്, ഏതാണ്? വടംവലിയല്ല, അത് ആദ്യം എത്തുന്ന ആൾ ജയിക്കുന്ന. ഏറ്റവും അവസാനം എത്തുന്ന ആൾ. ക്ലൂ ഒന്ന് ആൻസർ ആയി പോകും. സാധാരണ ആൺപിള്ളേരാണ് കൂടുതലും, ആൺകുട്ടികളാണ് ഈ ഒരു റേസിംഗ്. എന്ത് റേസിംഗാ? സൈക്കിൾ റേസിംഗ് കറക്റ്റ് ആൻസർ. ഓക്കെ, സ്ലോ റേസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ, ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ അടുത്ത ക്വസ്റ്റിനിൽ പോകാം. മോള് പാട്ട് പാടോ? പാട്ട് പാടത്തില്ല? സ്കൂളിൽ പഠിപ്പിച്ച ഏതെങ്കിലും പാട്ട് അറിയാമോ പാടാൻ? ഓർത്ത് നോക്കോ, പിന്നീട് പാടോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താറാവുകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. താറാവ് അല്ല, ഒന്നിന് പിറകെ ഒന്നായിട്ട് പോകുന്നത്. അത് കൊള്ളാലോ, വഴി അറിഞ്ഞുകൊണ്ടായിരിക്കും. ആദ്യത്തിന് മാത്രം വഴി അറിയാവുള്ളായിരിക്കും കേട്ടോ. ആ നല്ലൊരു ഉത്തരമാണ്. ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഉത്തരം. താറാവുകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, കുസൃ ചോദ്യമില്ല. ഇപ്പൊ എന്തുകൊണ്ടാലും പറയാം, ചിലപ്പോൾ ആൻസർ ആവും. കിട്ടുന്നില്ലല്ലേ? ക്ലൂ ഇതിന് തന്നാൽ ആൻസർ ആയി പോവും. ഇതിന് വലിയ ക്ലൂ ഒന്നും തരത്തില്ല. ബാക്കിൽ നിന്ന് വരുന്ന താറാവുകൾ ഒരു കാര്യം പറയും, അതുകൊണ്ടാണ്. അല്ല അല്ല, അത് കുറച്ചുകൂടെ ഒന്ന് മാറ്റി പറയും. ഇന്നോ പോകാല്ല. ചേച്ചിയുടെ ആൻസർ അടിപൊളിയാണ്. ബോക്കല്ല, ബാക്ക് എന്ന് പറയും. നമ്മളോട് താറാവ്, ഈ കൊല്ലം ജില്ലയിൽ താറാവ് ബോക്ക് എന്നാണോ പറയാറുള്ളത്? ഞങ്ങളിവിടെയൊക്കെ ബാക്ക് എന്ന് പറയുന്നത്. ആണോ? അറിയാൻ വയ്യ. ഇനി ഇവിടുത്തെ താറാവിനെ കണ്ടാലേ എനിക്ക് ഇതിന്റെ ആൻസർ എടുക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ആൻസർ ആരും തന്നില്ല, കട്ടായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? നിങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും. കോവളം കറക്റ്റ് ആൻസർ. ഇവിടെ 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഇവിടെ അപ്പൊ എല്ലാവരും 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. മോളുടെ പാട്ട് ഇപ്പം നമുക്ക് ലാസ്റ്റ് പാടാം കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതാണ്? എല്ലാ പേർക്കും നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന ഒരു കോട്ട ഉണ്ട്. ശാസ്താംകോട്ട അല്ല, സ്വപ്നക്കോട്ട, ഡ്രീം കോട്ട, മനക്കോട്ട, എല്ലാം കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റിന്റെ ആൻസർ ആയി. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരുടെയും വായി നോക്കാൻ ബിരുദം കിട്ടിയവരെ എന്ത് വിളിക്കും? വായി നോക്കി അല്ല, കോഴി അല്ല. എല്ലാവരും വായി നോക്കാൻ ബിരുദം കിട്ടിയവരെ കോഴി അല്ല, അല്ല. എല്ലാവരും ഈ ഒരു ടീം നല്ല ആൻസറാണ് കേട്ടോ. പട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. കൊല്ലംകാരൊക്കെ ഇങ്ങനെയാ. ക്യാമറമാനാ? നമ്മള് ശ്രീകണ്ഠനാണ്. എല്ലാവരുടെയും വായി നോക്കാൻ ബിരുദം കിട്ടിയവരെ പറയുന്ന പേര്. ആൻസർ പറയുന്നവർക്ക് സമ്മാനമുള്ളൂ. അവിടെ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ധാരാളം പല്ലുകൾ ഉണ്ടായിട്ടും ആഹാരം കഴിക്കാത്തത് ആരാണ്? ചീപ്പ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പട്ടി വാലാട്ടുന്നത് എന്തുകൊണ്ട്? സ്നേഹമുള്ളതുകൊണ്ട്. ഇനി അടുത്തത് അതല്ല, വാലുകൊണ്ട്. അയ്യോ, ഞാൻ ഇനി ഇവിടെ വിട്ട് പോകുന്നില്ല. എന്റെ എൻജോയ് പ്രോഗ്രാം ഇവിടെ നിന്ന് ഞാൻ ചെയ്യുന്നുള്ളൂ. നല്ല അടിപൊളി ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായിരുന്നു പേര്? ആൻഡ്രിയ.
അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ആൻഡ്രിയയാണ്. ആൻഡ്രിയയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസ് റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.